അപ്പം ഞങ്ങൾ 2 പേരുണ്ട്. ഇവിടുന്ന് കിട്ടിയ സുഹൃത്താണ്. എന്തായാലും ഞങ്ങൾ പുത്തുമല വന്നതിന് ശേഷം ഖബർസ്ഥാനെന്നും പറയാം, സെമിത്തേരി എന്നും പറയാം, ശ്മശാനെന്നും പറയാം. കാരണം എന്താ വെച്ചാൽ എല്ലാ മതക്കാരെയും ഒരുമിച്ച് പിന്നെ എന്താ പറയുക, ഖബറടക്കം എന്താ പറയലല്ലേ, എല്ലാ ഓരോ മതത്തിനും ഓരോ പേരുണ്ടാവും. പക്ഷെ അങ്ങനെ പറയാം തൽക്കാലം. അപ്പോൾ അതോടെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. കാരണം ഇതുവരെ വന്നതിന് ശേഷം അത് കണ്ടില്ല എന്ന് പറയുമ്പോൾ, കാരണം എല്ലാവരും ഏകദേശം കണ്ടിട്ടുണ്ട്, ടി വി ചാനലുകളിലൊക്കെ നിറയെ കാണിച്ചത് അന്നത്തെ ദിവസം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഡയറക്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുക. അത്യാവശ്യം കയറ്റം കയറിയിട്ട് വേണം പോകാൻ. ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പം നടന്ന് വന്നിട്ട് പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഖബർസ്ഥാൻ്റെ മുമ്പിലാണുള്ളത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ഇവിടുന്ന് ഏകദേശം ഒരു സൈറ്റ് കാണാൻ നമുക്ക്. അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഖബർസ്ഥാൻ. ഇതിൻ്റെ ചുറ്റുള്ളത് ഹാരിസൺസ് ലിമിറ്റഡിൻ്റെ ടീ പ്ലാന്റേഷനാണ്. അപ്പോൾ അവിടുന്ന് തൽക്കാലം ഇതിൻ്റെ ആവശ്യത്തിന്, ഖബറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ പഞ്ചായത്തോ സർക്കാരോ ചോദിച്ചിട്ടാണ് 1-2 ഏക്കറാന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് മെഷർമെൻ്റ് അറിയില്ല. ഇവിടെയൊക്കെ കാണുന്നത് രണ്ട് പില്ലർ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പില്ലർ മീൻസ് ഇത് ഫുൾ ബോഡിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒറ്റക്കല്ലുള്ളതൊക്കെ ഒറ്റ ബോഡി. അപ്പോൾ ഈ നമ്പർ ഇപ്പോൾ ഓരോരുത്തർ തരുന്നുണ്ടല്ലോ, അത് ഈ DNA നമ്പർ നോക്കുക. അപ്പോൾ അവരായിട്ട് കുടുംബക്കാരോ സ്വന്തക്കാരോ ആരാന്ന് ഈ DNA നമ്പറിലൂടെ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. വേറൊരു ഐഡിയ. പിന്നെ തിരിച്ചറിഞ്ഞാൽ ചിലവരുടെ മാത്രം പേര് വെച്ചിട്ടുണ്ട്. ചില മീസാൻ കല്ലുകൾ കാണുന്നുണ്ട്. അപ്പോൾ അത് അവർ DNA നമ്പർ അവർ തിരഞ്ഞതിന് ശേഷം അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അവർ തരാമെന്നതാണ്. താരങ്ങളാരോ സ്വന്തക്കാരാ? നമ്പർ കറക്റ്റാ അല്ലേ? വാങ്ങിപ്പോയവരായിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് ആ അപകട മുഖാന്തരമായി കടന്നുപോയതായിരിക്കുന്ന ആളുകളുടെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്ന ശ്മശാനത്തിലാണ് ഞങ്ങളുള്ളത്. എല്ലാ മതത്തിലും പെട്ട ആളുകൾ മരണപ്പെട്ട് ഇവിടെ അവരെ സംസ്കരിച്ചിരിക്കുന്നു. ഇപ്പോഴും ബോഡികൾ, ഓരോ പാർട്സുകളും കിട്ടുന്നത് ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. താഴെ ഒത്തിരിയും ആളുകളുടെയും ബോഡി അവിടെ ശ്മശാനത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട്. വളരെ വേദനാജനകമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ വരുവാനും ഈ വാങ്ങിപ്പോയവരായിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചവരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് ദൈവം തന്ന അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ബലഹീനായിരിക്കുന്ന എന്നോടൊപ്പം ജിതു, വിജി, കത്തിഞ്ച, ജോമോൻ, ജയരാജ്, ശിവാജ്, ഈ ദുഃഖാർത്തിന് അയക്കുന്ന കുടുംബാംഗങ്ങളെ പ്രത്യേകം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നും, അതേപോലെ മരിച്ചുപോയ എല്ലാവരുടെയും ആത്മാക്കൾക്ക് ദൈവം നിത്യശാന്തി നൽകി അവരെ ആശ്വസിപ്പിക്കട്ടെ എന്നും ഈ സമയത്ത് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ മരിച്ചവരെയും ദൈവം പുണ്യപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ വിനയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമിക്കുന്നു. പ്രാർത്ഥനയുണ്ട്. ഓക്കെ. മേപ്പാടി ചൂരൽമല ഉരുൾപൊട്ടൽ മരിച്ചുപോയവരുടെ ശ്മശാനത്തിലാണ് ഞങ്ങളുള്ളത്. മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും ദൈവനമ്പുരാൻ ആശ്വസിപ്പിക്കുന്നതിനും അവരെ പുണ്യപ്പെടുത്തുന്നതിനും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
പുല്ലിന് തുല്യം നരകളുടെ നാളുകളോ. ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പോലെ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞിരുദാസരെ നിൻ ജീവസരമർത്തണമേ. കബറിനുദ്യാനത്തിനായി സോമൻകാല സുറിയേലായി ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നീ അവരവർ ഉയരോട് എഴുന്നേറ്റു ഉയരേകോ നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ കമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ എന്നെത്തിട്ട് മരിച്ചതു ഞാൻ. എന്നും കർത്താവിരുളുന്നു മഹത്വം മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം രക്തത്തെ കൊണ്ടാടി മരി ചോരം കൈക്കൊണ്ടിടണം. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ നീ പുത്രനാക്കണമേ. കർത്താവേ നിന്റെ ആശ്രത്തെ കുറിച്ച് മരിച്ച് നിന്റെ വരവിനായി നോക്കി പാർക്കണം. മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ വസിപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരാക്കുന്നവനും ശരീരാത്മാക്കൾ ഒരുപോലെ പറയുമാറാകണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരിലും ഈ മൃതരായിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് എല്ലാവർക്കും പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഒരുപാട് ലേറ്റായി ടൈം. ഓക്കെ, ബൈ ബൈ.